PV അൻവറിനെ സ്വാഗതം ചെയ്ത KPCC പ്രസിഡന്റ് K. സുധാകരൻ. അൻവർ UDF-ലേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് സുധാകരൻ പറഞ്ഞു. UDF-ൽ മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ഒരു ആഗ്രഹവും തനിക്കില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നും സുധാകരൻ വ്യക്തമാക്കി. ചർച്ച ചെയ്ത് നമ്മളൊരു തീരുമാനം എടുക്കും. അൻവർ UDF-ലേക്ക് വരുന്നത് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കളുടെ എനിക്ക് സ്വാഗതമാണ്. കണ്ണൂരിൽ നിന്നും നിഖിൽ A ആണ് വിവരങ്ങളുമായി ചേർന്നത്. നിഖിൽ, ഒരു ഘട്ടത്തിൽ UDF-ന്റെ ഉള്ളിലും കോൺഗ്രസിനുള്ളിലുമെല്ലാം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആശങ്കയും അഭിപ്രായ ഐക്യവും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് അൻവറിൻ്റെ കാര്യത്തിൽ കൂടി. സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷം നിലപാട് എന്നാണ്. എന്തായാലും KPCC പ്രസിഡന്റിന് സമ്മതമാണ് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അൻവറിനുള്ള വഴി തുറക്കുകയാണോ KPCC പ്രസിഡന്റ്? തീർച്ചയായും വ്യക്തിപരമായി തനിക്ക് അൻവർ UDF-ലേക്ക് വരുന്നതിനോട് ഒരു എതിർപ്പുമില്ല. അക്കാര്യത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് സുധാകരൻ പറയുന്നത്. മറ്റ് നിരവധി വിഷയങ്ങളിൽ നിന്ന് K. സുധാകരൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മറ്റൊന്ന് വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയവുമാണ്. ഈ PV അൻവറിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ UDF-ഉം ഒപ്പം തന്നെ കോൺഗ്രസിനകത്ത് തന്നെയും ഈ അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ലാത്ത, അതിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചോ എന്ന ചോദ്യത്തിന് പോലും കൃത്യമായ ഉത്തരങ്ങളില്ലാത്ത സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് പക്ഷേ K. സുധാകരൻ ഉറപ്പിച്ചു പറയുന്നത് അൻവർ UDF-ലേക്ക് വരുന്നതിനെ താൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുള്ളത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട K. സുധാകരൻ്റെ പ്രതികരണങ്ങൾ തന്നെയാണ്. പുനഃസംഘടന, ഈ നിലവിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് കോൺഗ്രസിനകത്ത് നടക്കുന്നില്ല എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ പുനഃസംഘടന വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡിന് എടുക്കാം. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ മാറ്റം കൊണ്ടുവരുമ്പോൾ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നൊന്നും നിർബന്ധമില്ല. അതൊക്കെ യുക്തിപൂർവ്വം ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും എന്ന് തന്നെയാണ് K. സുധാകരൻ പറയുന്നത്. മറ്റൊന്ന്, വയനാട്ടിലെ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ കത്തിനകത്ത് കോൺഗ്രസ് നേതാക്കളുടെ, അതായത് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ പേരുൾപ്പെടെ പരാമർശിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് K. സുധാകരൻ വ്യക്തമാക്കുന്നത്. ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചർച്ചകളും നടപടികളും മുന്നോട്ട് പോവുകയാണ് എന്നും K. സുധാകരൻ പറയുന്നു. അതിനിടയിൽ K. സുധാകരനെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലീസ് നീക്കം നടത്തുന്നു എന്നൊരു വാർത്തകളുണ്ട്. അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ സഹകരിക്കേണ്ടി വന്നാൽ സഹകരിക്കും, പക്ഷേ ഈ കാര്യങ്ങളിൽ തനിക്ക് എന്താണ് പങ്ക്, ഈ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ K. സുധാകരൻ്റെ പങ്ക് എന്താണെന്ന് തൻ്റെ വീട്ടിലെത്തി അന്വേഷണ സംഘം കൃത്യമായി ബോധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രം അത്തരത്തിലുള്ള മൊഴിയെടുപ്പോ ചോദ്യം ചെയ്യലോ എന്താണെന്ന് വെച്ചാൽ അതുമായി സഹകരിക്കുമെന്ന് കൂടിയാണ് K. സുധാകരൻ പറയുന്നത്. മറ്റൊന്ന്, ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ തർക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന ചോദ്യങ്ങളോടുള്ള K. സുധാകരൻ്റെ പ്രതികരണങ്ങളും ഇന്നുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ദീപാദാസ് മുൻഷി നേതാക്കളെ, അതായത് കോൺഗ്രസിൻ്റെ നേതാക്കളെ വെവ്വേറെ വിളിച്ച് അവരെ കണ്ട് സംസാരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് അവർക്ക് നേതാക്കളെ കൃത്യമായി വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ കോൺഗ്രസിൽ സംസ്ഥാനത്തെ നേതാക്കൾക്കിടയിൽ ഐക്യമില്ലായ്മ എന്നൊരു കാര്യം ഇല്ല എന്നുകൂടി K. സുധാകരൻ പറയുന്നുണ്ട്. നിഖിലയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന നേതാക്കൾക്കിടയിൽ ഏകീകരണമില്ല എന്ന് പറയുമ്പോഴും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭിന്നാഭിപ്രായം കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്നുണ്ട് എന്ന വാർത്തയായിരുന്നു ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരുന്നത്.